നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. സംക്രുദ്ധനായി വളരെയേറെ കോപിച്ചിട്ട് അർജുനൻ ഇന്ദ്രനോട് യുദ്ധം ചെയ്തു. എങ്ങനെ? വളരെ വേഗത്തിൽ പാഞ്ഞു ചെല്ലുന്നതായ ശരങ്ങളാൽ ആ ആകാശം മുഴുവൻ നിറച്ച് ഒരിടവും ഇന്ദ്രൻ ഒഴിഞ്ഞു മാറരുത്, അതിന് ഒരെട്ട സ്ഥലവും കൊടുക്കാതെ ഇന്ദ്രൻ എങ്ങോട്ടൊക്കെ പായുന്നുവോ, തന്റെ തേര് തെളിക്കുന്നുവോ അവിടേക്കെല്ലാം അർജുനൻ അമ്പുകൾ വർഷിച്ചിട്ട് ആകാശം മുഴുവൻ അമ്പുകളെ കൊണ്ട് നിറച്ച് ഇന്ദ്രനോട് യുദ്ധം ചെയ്തു. ഇങ്ങനെ അർജുനൻ അമ്പുകൾ ഇന്ദ്രന്റെ നേരെ പ്രയോഗിക്കുന്ന അവസരത്തിൽ തതോ വായുർ മഹാഘോഷഃ ക്ഷോഭയൻ സർവസാഗരാൻ. ഒരു ഭയങ്കരമായ കൊടുങ്കാറ്റ് വരികയാണ്. എന്താ കാരണം? ദേവേന്ദ്രൻ പ്രയോഗിച്ചതാണത് അർജുനന്റെ ഈ ആക്രമണത്തെ പ്രതിബന്ധിക്കാൻ വേണ്ടിയിട്ട്. ദേവരാജോപി തം ദൃഷ്ട്വാ സംരബ്ധം സമരേ അർജുനൻ ആ യുദ്ധത്തിൽ തന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് തന്റെ നേരെ കടന്നാക്രമണം നടത്തുന്നു എന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം ഇന്ദ്രൻ എന്ത് ചെയ്തു? ആകാശത്തെ മുഴുവൻ തന്റെ ആയുധങ്ങൾ കൊണ്ട് നിറച്ചു, അമ്പുകൾ കൊണ്ട് നിറച്ചു. ആ അമ്പുകളെ അർജുനന്റെ നേരെ പ്രയോഗിച്ചു എന്ന് മാത്രമല്ല, തന്റെ മേഘങ്ങളെയും അർജുനന് നേരെ അയക്കുകയാണ്. ഭയങ്കരമായ ശബ്ദത്തോടു കൂടിയിട്ട് കൊടുങ്കാറ്റ് ആകാശത്ത് നിന്നിട്ട് അർജുനന്റെ നേരെ പാഞ്ഞു ചെല്ലുന്നു. ആ കൊടുങ്കാറ്റ് ക്ഷോഭയൻ സർവസാഗരാൻ, പ്രപഞ്ചത്തിലുള്ള എല്ലാ സമുദ്രങ്ങളെയും ഇളക്കി മറിച്ചുകൊണ്ടാണ് ആ കൊടുങ്കാറ്റ് വരുന്നത്. നിൽക്കണം, വ്യാസൻ വർണ്ണിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ഇന്ന് സൂക്ഷ്മ ഉപകരണങ്ങൾ ശാസ്ത്രത്തിന്റെ മണ്ഡലത്തിൽ നമുക്ക് ധാരാളമുണ്ട്. അതിലൂടെ നാം കാണുകയും അറിയുകയും പഠിക്കുകയും ചെയ്യുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ്. അത് വ്യാസൻ ഭംഗിയായി കണ്ടിട്ട് തന്റെ ആ തപസ്സിന്റെ ബലത്താൽ അത് അതേ പ്രകാരത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. നാം ഈ സൂക്ഷ്മ ഉപകരണങ്ങളിൽ കൂടി കാണുന്ന പ്രകൃതി ചലനങ്ങളെ ഈ വാക്കുകളിൽ കൂടി നാം കാണുന്നു. അങ്ങനെ സമുദ്രത്തെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് വലിയ ശബ്ദത്തോടു കൂടിയിട്ട്, അലർച്ചയോടു കൂടിയിട്ട് വലിയ കൊടുങ്കാറ്റ് ഈ ലോകത്തിലെ എല്ലാവർക്കും ഭയമുളവാക്കിക്കൊണ്ട് അർജുനന്റെ നേരെ പാഞ്ഞു ചെല്ലുകയാണ്. ആ കൊടുങ്കാടിന് നേരെ, ആ കാണ്ഡവപ്രസ്ഥത്തിന് നേരെ പാഞ്ഞു ചെല്ലുകയാണ്. അത് ലോകത്തെ മുഴുവൻ മഴ കൊണ്ടും നിറയ്ക്കുന്നു. ഈ കാറ്റിനോടൊപ്പം അതിഭയങ്കരമായിട്ടുള്ള മഴയും ചക്രവാത ചുഴി രൂപപ്പെട്ട് പാഞ്ഞു ചെല്ലുകയാണ്. അങ്ങനെ സർവത്ര മഴയും, മഴ കൊണ്ട് ശക്തമായിട്ട് ആ കാടിനെ മുഴുവൻ നനച്ച് ആ തീയെ അണയ്ക്കാം എന്ന് ഇന്ദ്രൻ ആഗ്രഹിച്ച് സർവശക്തിയും എടുത്ത് പ്രയോഗിക്കുക. തതോ അശനിമുജോ ഘോരാൻ. ആ അവസരത്തിൽ ഈ ശക്തമായ കാറ്റ് വീശുമ്പോൾ അതോടൊപ്പം ഭയങ്കരമായിട്ടുള്ളതായ മഴയും തുടങ്ങുമ്പോൾ മേഘമാലകൾ ആകാശത്തെ കൂടി ചീറി ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ അതിൽ നിന്നിട്ട് വജ്രങ്ങൾ ഭൂമിയിലേക്ക് അതിശക്തമായിട്ട് വന്ന് ഭൂമിയിൽ അടിക്കുകയാണ്. മേഘമാലകൾക്കിടയ്ക്ക് മിന്നൽ പിണരുകൾ ഇളകി മറിയുന്നു, ഭയങ്കരമായ കോലാഹലമുണ്ടാകുന്നു. അതിൽ നിന്നിട്ട് വജ്രങ്ങൾ, ഇന്ദ്രന്റെ കയ്യിരിക്കുന്ന വജ്രായുധത്തിന് സമാനമായ ബലമുള്ളതായ വജ്രങ്ങൾ ഭൂമിയെ തകർക്കാൻ വേണ്ടിയിട്ട്, ഈ കാടിനെ തകർക്കാൻ വേണ്ടിയിട്ട്
അർജുനനെയും കൃഷ്ണനെയും തകർക്കാൻ വേണ്ടിയിട്ട് അവരുടെ നേരെ പാഞ്ഞു ചെല്ലുകയാണ്. അർജുനൻ പരിഭ്രമിച്ചില്ല. അർജുനൻ എന്ത് ചെയ്തു? വായവ്യം തദ്വിഘാതാർത്ഥം അസൃജത് അർജുനോപി അസ്ത്രമുത്തമം. ഇന്ദ്രൻ പ്രയോഗിച്ചിരിക്കുന്നതായ ആ കൊടുങ്കാറ്റിന്റെയും ആ വജ്രപ്രയോഗത്തിന്റെയും ആ ഭീകരതയെ പരിപൂർണമായും തടയാൻ വേണ്ടിയിട്ടും അതിനെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് തദ്വിഘാതാർത്ഥം അതിന് മുഴുവൻ തടസ്സപ്പെടുത്തി അതിനെ തകർത്തെറിയാൻ വേണ്ടിയിട്ട് അർജുനൻ എന്ത് ചെയ്തു? അർജുനൻ തന്റെ കൈവശമുള്ളതായ ഉത്തമമായ അസ്ത്രത്തെ എടുത്തു. വായവ്യം എന്ന ദിവ്യാസ്ത്രം. അസ്ത്രമുത്തമം വായവ്യം അഭിമന്ത്രയാഥ. തന്റെ ഗുരുനാഥൻ തനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നതായ മന്ത്രം, താൻ സിദ്ധി വരുത്തി വച്ചിരിക്കുന്നതായ മന്ത്രം വളരെ വേഗത്തിൽ ഏകാഗ്രമായ മനസ്സോടുകൂടി ജപിച്ചു. വായുവിന്റെ കൊടുങ്കാറ്റിന്റെ ശക്തി ആ അമ്പിലേക്ക് ആവാഹിച്ചു. എന്നിട്ട് ശത്രുവിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ, ശത്രുവിനോട് യുദ്ധം ചെയ്യുന്ന കാര്യത്തിൽ അതീവ സമർത്ഥനായിരിക്കുന്ന ആ അർജുനൻ ആ അസ്ത്രം പ്രയോഗിച്ചു. തേന ഇന്ദ്രാശനെ മേഘാനാം വീര്യോജസ്തത് വിനാശിതം. ആ ഇന്ദ്രന്റെ അശനിയെയും ഇന്ദ്രന്റെ ആ വജ്രങ്ങളെയും ഇന്ദ്രൻ അയച്ചതായ ആ മേഘങ്ങളെയും അർജുനൻ തകർക്കാണ്. അവയുടെ വീര്യത്തെ പരിപൂർണമായിട്ടും ഈ വായവ്യം കൊണ്ട് അർജുനൻ തകർത്തു. മേഘമാലകളെയെല്ലാം ആകാശത്ത് നിന്നിട്ട് അടിച്ചോടിച്ചു. ഈ ശക്തമായിട്ടുള്ള വായവ്യ അസ്ത്ര പ്രയോഗത്താൽ അതോടുകൂടിയിട്ട് ആ മേഘമാലകളിൽ നിന്ന് വജ്രം അർജുനന്റെയും കൃഷ്ണന്റെയും നേരെ പാഞ്ഞു ചെല്ലുന്നതും ആ ഗാണ്ഡവനത്തിലേക്ക് പാഞ്ഞു ചെന്ന് അഗ്നിയെ കെടുത്താൻ ശ്രമിക്കുന്നതും അവസാനിച്ചു. അതുവരെ നല്ല കൂരിരുട്ട് പോലുള്ള അവസ്ഥയായിരുന്നു. മേഘമാലകൾ ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അവിടെ നിന്നിട്ട് ഈ വജ്രങ്ങൾ അതേപോലെ ജലത്തോടൊപ്പം ഭൂമിയിലേക്ക് വീഴുന്നു. വായവ്യം പ്രയോഗിച്ചതുകൂടി അതെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴോ സുഖശീത അനിലവഹം പ്രകൃതിസ്ഥ അർക്കമണ്ഡലം. സൂര്യൻ നേരത്തെ മറഞ്ഞിരിക്കുകയായിരുന്നു മേഘമാലകളാൽ. ഇപ്പോഴിതാ മേഘങ്ങളെല്ലാം ആകാശത്തുനിന്ന് പോയി വായവ്യമേറ്റിട്ട് അവയെല്ലാം ദൂരേക്ക് തെറിപ്പിക്കപ്പെട്ടപ്പോൾ ആകാശം പഴയതുപോലെ തെളിഞ്ഞു കാണപ്പെടുന്നു. സൂര്യൻ പഴയതുപോലെ തന്നെ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്നു. അപ്പോഴേക്കും കാറ്റ് വീശുന്നുണ്ട്. കൊടുങ്കാറ്റല്ല, സുഖകരമായിരിക്കുന്ന ശീതളമായിരിക്കുന്ന മന്ദമായിരിക്കുന്ന കാറ്റ് ക്രമേണ ആ കാനനത്തിലൂടെ വീശുന്നു. ആ കാറ്റ് അഗ്നിക്ക് വളരെയേറെ ഹിതകരമാണ്. അഗ്നിക്ക് ആളിപ്പടരാൻ ആ കാറ്റ് സഹായിയാണ്. വായു അഗ്നിയുടെ കൂട്ടുകാരനാണ്, കൊടുങ്കാറ്റല്ല. പിന്നെയോ ഈ പ്രകാരത്തിലുള്ള അനുകൂലമായിരിക്കുന്ന കാറ്റ് എന്ന് മാത്രമല്ല, അർജുനനും കൃഷ്ണനും സുഖകരമായ ആ കാറ്റ് അനുഭവിക്കാനായും സാധിക്കും. ഇങ്ങനെ അന്തരീക്ഷം തെളിഞ്ഞു, സുഖകരമായ കാറ്റ് വീശിത്തുടങ്ങി എന്ന് മാത്രമല്ല, നിഷ്പ്രതീകാരഹൃഷ്ടശ്ച, ശത്രുക്കളെല്ലാം ഇതാ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ശത്രുക്കളുടെ അതിക്രമം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ആരാ ശത്രു? ദേവരാട്ട് തന്നെ. അദ്ദേഹത്തിന്റെ അതിക്രമങ്ങളെല്ലാം അർജുനന്റെ കരുത്തിനാൽ ഇതാ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഹുതഭുക്കിന് അഗ്നിഭഗവാന് വളരെയേറെ സന്തോഷമായ അനുകൂലകരമായ അവസ്ഥയായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇത് ആളിപ്പടർന്നു. വിവിധ ആകൃതി, പല ആകൃതികളില്, പല വർണ്ണങ്ങളില് ആ കാടിനെ മുഴുവൻ വിഴുങ്ങാൻ വേണ്ടിയിട്ട് എമ്പാടും വ്യാപിച്ച് ആളി കത്താനായി തുടങ്ങി. ആ സമയത്ത് ആ വൻ മരങ്ങളും വള്ളികളും അവിടെയുള്ള ജീവജാലങ്ങളും എല്ലാം ഈ അഗ്നിയുടെ ഭക്ഷണമായി മാറുകയാണ്. പ്രജജ്വാലാഥ സോർച്ചിഷ്മാൻ സ്വനാദൈ പൂരയൻ ജഗത്. ആ അർച്ചിഷ്മാൻ, ആ അഗ്നി നാളങ്ങളോട് കൂടിയവൻ, ആ പ്രകാശത്തോടു കൂടിയവൻ, ആ അഗ്നി ഭഗവാൻ, അദ്ദേഹം തന്റെ നാദത്താൽ തീ ആളിപ്പടരുന്നതിൻ്റെതായ ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്താൽ പൂരയൻ ജഗത്, ലോകത്തെ മുഴുവൻ നിറച്ചുകൊണ്ട് ആ അഗ്നിഭഗവാൻ പ്രജജ്വാല ആളിക്കത്തി.
അങ്ങനെ ആ ഗാണ്ഡവവനത്തെ മുഴുവൻ ഭക്ഷിച്ച് തന്നെ ബാധിച്ചിരിക്കുന്നതായ ആ രോഗത്തെ, വയറിന് ബാധിച്ചിരിക്കുന്ന അജീർണം എന്നുള്ളതായ രോഗത്തെ ഏറെക്കാലം തുടർച്ചയായിട്ട് യജ്ഞത്തിൽ സമർപ്പിക്കപ്പെട്ടതായ, ഹവിസ്സായി നൽകപ്പെട്ടതായ നെയ്യ് ഭക്ഷിച്ചതുകൊണ്ട് വന്നു ചേർന്ന അവസ്ഥയാണത്. അതുകൊണ്ട് ഇപ്പോൾ അഗ്നിക്ക് ശക്തിയില്ല, ഒന്നും കഴിക്കാനുള്ള ശേഷിയില്ല. അതിനെ ദൂരീകരിക്കാൻ ഗാണ്ഡവവനത്തെ ഭക്ഷിക്കുക മാത്രമേ ഔഷധമായിട്ടുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തൻ്റെ ആ രോഗത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതായ ആ ഗാണ്ഡവ വന ദാഹം അഗ്നി ഭഗവാൻ സന്തോഷത്തോടു കൂടിയിട്ട്, കരുത്തോടു കൂടിയിട്ട്, തടസ്സമില്ലാതെ തന്നെ നാലുപാടും ജ്വാലകൾ ചിതറിക്കൊണ്ട് ആളിപ്പടർന്ന് നിർവഹിക്കുകയാണ്. ആ ശബ്ദം കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞു. ഇങ്ങനെ അഗ്നി ഭഗവാന് വേണ്ടുന്നതായ സഹായം കൃഷ്ണനും അർജുനനും ചെയ്തു കൊടുക്കുന്നു. പക്ഷേ ഇന്ദ്രനിത് സഹിക്കാനാകുമായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ കാനനത്തിനുള്ളിൽ രാക്ഷസന്മാരുണ്ട്, യക്ഷന്മാരുണ്ട്, പിശാചന്മാരുണ്ട്, അതേപോലെ തന്നെ ദാനവന്മാരുണ്ട്. അവർക്കും ഇത് അംഗീകരിക്കാൻ പറ്റൂല. അവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയാണ്. സാധാരണയായിട്ട് ദാനവന്മാരും ദേവന്മാരും തമ്മിൽ വൈരമാണ്. അങ്ങനെ ദാനവന്മാർ കരുത്ത് കിട്ടുമ്പോഴെല്ലാം ദേവലോകം ആക്രമിച്ചിട്ട് അവരെ പല പ്രകാരത്തിൽ ഉപദ്രവിക്കാറുമുണ്ട്. അത്തരം എത്രയോ സംഭവങ്ങളുടെ കഥകൾ നമുക്ക് ഇതിഹാസ പുരാണങ്ങളിൽ കാണാം. ഇപ്പോഴിതാ ദാനവന്മാരുടെയും പ്രശ്നം ഇവിടെ ദേവന്മാരുടെ പ്രശ്നത്തോട് സദൃശമായിരിക്കുന്നു. ഇന്ദ്രന് തന്റെ കൂട്ടുകാരനെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്താൽ ഈ ഗാണ്ഡവത്തെ ദാഹത്തിൽ നിന്ന്, ആ ഗാണ്ഡവം ദഹിച്ചു പോകുന്നതിൽ നിന്നിട്ട് രക്ഷിക്കണം. ദാനവന്മാർക്ക് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഗാണ്ഡവത്തെ ആ തീയിൽ നിന്ന് രക്ഷിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും ഒരു പക്ഷത്തായി. അപ്പോ ദാനവന്മാരും അതേപോലെ രാക്ഷസന്മാരും പിശാചന്മാരും ആ കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും പിന്നെ ഇന്ദ്രനും ദേവന്മാരും എല്ലാവരും കൂടി ഒരു വശത്തായി, മറുവശത്ത് അർജുനനും കൃഷ്ണനും. ഇതിനിടയ്ക്ക് അർജുനന്റെയും കൃഷ്ണന്റെയും സംരക്ഷണയിൽ ആളിപ്പടരുന്ന അഗ്നിദേവൻ. ജയിച്ചത് അർജുനനും കൃഷ്ണനും തന്നെയാണ്. അവസാനം ഇന്ദ്രൻ അടിയറവ് പറയേണ്ടി വന്നു. അടിയറവ് പറഞ്ഞ് ഇന്ദ്രൻ കൃഷ്ണനെയും അർജുനനെയും അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നതും നമ്മൾ ഈ കഥയിൽ കാണും. ഇത് മുഴുവൻ അർജുനന്റെയും കൃഷ്ണന്റെയും തേജസ് എന്നുള്ളതായ ദൈവീ സമ്പത്തിനെ നമ്മുടെ മുന്നിൽ നാടകീയമായിട്ട് അവതരിപ്പിക്കുന്നു. എത്ര ഭയങ്കരമായ ഒരു സാഹചര്യത്തെയാണ് അവർ അഭിമുഖീകരിച്ചത്. എന്തുകൊണ്ടത് സാധിച്ചു? അത് മനസ്സിന്റെ ഈ അചഞ്ചലത കൊണ്ട്, തേജസ് കൊണ്ട്, ഏത് വിഷമസന്ധിയെ അഭിമുഖീകരിക്കാനുള്ള ആ കരുത്തുകൊണ്ട്. ഇത് ദൈവീ സമ്പത്താണ്. ഈ കരുത്താണ് ദൈവീ സമ്പത്ത്. ആ ദൈവീ സമ്പത്ത് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകും. ഭാരതത്തെ വൈദേശിക ഭരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ചത് തേജസ്സുള്ളവരായ നമ്മുടെ നാട്ടിലെ അന്നത്തെ ചെറുപ്പക്കാരായിരുന്നു എന്ന് നാം ഓർക്കുക. അവരേതെല്ലാം പ്രകാരത്തിൽ പ്രവർത്തിച്ചു, എങ്ങനെയെല്ലാം ആ അടിമത്തത്തെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വ്യക്തമായി അറിയാം. അവരുടെ ആ പരിശ്രമത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്തതായ സ്വാതന്ത്ര്യം. ഭാരതത്തിന് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കോളനി വാഴ്ചയെ അവസാനിപ്പിക്കാൻ ധീരന്മാരായിരിക്കുന്ന നമ്മുടെ ആ കാരണവന്മാര്, നമുക്കവർ കാരണവന്മാരാണ്. അന്നത്തെ യുവാക്കൾ, അന്നത്തെ വീര സൈനികർ, അവരുടെ ആ തേജസ് പ്രയോജനപ്പെട്ടു. അതാണ് ദൈവീ സമ്പത്ത്. ഈ കഥ നമുക്കിനിയും തുടർന്ന് നാളെ ചർച്ച ചെയ്യാം. നാളെ 8:30 ഇതേപോലെ ഒരുമിച്ച് കൂടാം. എല്ലാവരും വന്നു ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ക്ലാസ് ഇതേ പ്രകാരത്തിൽ
സത്യാനന്ദ സംസ്കൃതി എന്ന പേരായ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. പഴയ ക്ലാസ്സുകളും എല്ലാം നമുക്ക് കാണുവാനായി സാധിക്കും. ഇപ്പോൾ 1 വർഷത്തോളം ആകുന്നു ഗീതാഭാരതം തുടങ്ങിയിട്ട്. അതെല്ലാം നമുക്ക് അവിടെ ലഭിക്കും. ഫേസ്ബുക്കിൽ 30 ദിവസമേ കിടക്കൂ. പക്ഷേ ആ യൂട്യൂബ് ചാനലിൽ സത്യാനന്ദ സംസ്കൃതിയിൽ എന്നും കിടക്കും. പഴയതെല്ലാം കാണാം. ആ ചാനലിലേക്ക് വരണം, അത് സബ്സ്ക്രൈബ് ചെയ്യണം. നേരത്തെയുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടില്ലാത്ത ആളുകൾ അത് കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന ഗുരുനാഥൻ്റെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ, ഭഗവാൻ വേദവ്യാസൻ്റെ പാദപങ്കജങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.